ഹലോ വെൽക്കം ബാക്ക് ടു അനദർ ബ്യൂട്ടിഫുൾ എപ്പിസോഡ് ഓഫ് അമ്മമാസ് കിച്ചൺ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ നല്ല കാം ആൻഡ് റിലാക്സ്ഡ് ആയിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മസ്റ്റായിട്ട് കാണണേ. ബിക്കോസ് കണ്ണിനും മനസ്സിനും ഒക്കെ കുളിർമ തരുന്ന ഒരു വീഡിയോ ആണിത്. കാരണം എൻ്റെ വീട്ടിൽ കുറച്ചധികം ചെടികളുണ്ട് കേട്ടോ. നമുക്ക് ഫ്രൂട്ട്സ് തരുന്നതാണെങ്കിലും ഒരു മനസ്സിനൊരു സമാധാനം തരുന്നതാണെങ്കിലും അങ്ങനെ കുറേ ടൈപ്പ് ഓഫ് ചെടികളുണ്ട് നമ്മുടെ വീട്ടിൽ. അപ്പോൾ പാലക്കാട് ഭാഗത്തൊക്കെ ഏകദേശം എല്ലാ വീട്ടിലും ഇങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ നമുക്ക് എൻ്റെ വീട്ടിലുള്ള ചെടികൾ ഏതൊക്കെയാണെന്നുള്ളതൊന്ന് നോക്കിയാലോ. നല്ല വാടാമല്ലിപ്പൂവാണ് നിങ്ങൾ ആദ്യം കണ്ടത്. ഇതിൻ്റെ പേര് എന്തോ ആണ്, എനിക്കറിയില്ല. അമ്മ എന്തോ പറഞ്ഞു തന്നായിരുന്നു, മറന്നുപോയി. അപ്പോൾ ഇതിൻ്റെ പേരറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ബിലോ കേട്ടോ. മറന്നുപോയതാ. കാരണം ഇത് മുഴുവനും ഈ തൊടി മുഴുവനും സെറ്റ് ചെയ്തിരിക്കുന്നത് അമ്മയാണ്. ഈവൻ ഭയങ്കര ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ടെന്നുണ്ടെങ്കിലും ഷീ റിയലി ലവ് ഡൂയിങ് ഓൾ ദീസ് തിങ്സ്. ഞങ്ങളുടെ ഒന്നും ഒരു സപ്പോർട്ടും ഇല്ല കേട്ടോ, ആൾ തന്നെ എല്ലാം ചെയ്യുന്നതാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സർവ്വസുഗന്ധിയാണ്. നല്ല ബിരിയാണിക്കും അതുപോലെ നെയ്ച്ചോറൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇറച്ചിക്കറിയൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ തൊടിയിലേക്ക് പോകും, പറിച്ചങ്ങ് ഫ്രഷായിട്ട് ഇടാറാണ് പതിവ്. പിന്നെ ഇത് കുടംപുളി മരമാണ്. അപ്പോൾ കുടംപുളി ഉണ്ടോയെന്ന് നോക്കി വന്നപ്പോൾ താഴെ 2-3 വീണ് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കുടംപുളി കേട്ടോ. നമ്മൾ ഈ ഉണങ്ങി കരിഞ്ഞ് കറുത്ത കളറിലുള്ള കുടംപുളിയല്ലേ സാധാരണ കണ്ടിട്ടുള്ളൂ. ഇതാണ് അതിൻ്റെ നാച്ചുറൽ ഫോം കേട്ടോ. ഒരു 5-6 ഉണ്ട് മരത്തിൽ. ഇതിപ്പോൾ നിങ്ങൾ കാണുന്നതൊക്കെ കുടംപുളിയാണ്. ഇത് സംഭവം നമ്മളിങ്ങനെ താഴ്ന്ന് മേലെ നോക്കുമ്പോൾ ഒന്നും കാണില്ല. എല്ലാം ഇങ്ങനെ പഴുത്ത് താഴെ വീഴുമ്പോഴത്തേക്കുമാണ് നമ്മൾ അറിയുന്നത് ഇത്രയും കുടംപുളി അതിനകത്തുണ്ട് എന്നുള്ളത്. പിന്നെ അടുക്കളത്തോട്ടത്തിൻ്റെ ഭാഗമായിട്ട് അമ്മ വെച്ചിട്ടുള്ള കുറച്ച് പച്ചമുളക്, തക്കാളിയൊക്കെ കായ്ച്ചു തന്നു. ഇതൊക്കെ കാണാൻ നല്ല സുഖമാണ്, നല്ല രസമാണ്. ഇങ്ങനെ ഒരു ഈവനിങ് ടൈം ഓഫീസിലൊക്കെ പോയി പ്രാന്തായിട്ട് വരുമ്പോൾ നമ്മളിങ്ങനെ തൊടിയിലൊക്കെ ഒന്ന് പോയി ഇരുന്ന് കറങ്ങി വരുമ്പോൾ അതൊരു പ്രത്യേക മനസ്സുഖമാണ്. പിന്നെ നമ്മളിപ്പോൾ കണ്ടത് നമ്മുടെ ചാത്തൻകോഴിയാണ് കേട്ടോ. ഇവിടുത്തെ എല്ലാ പിള്ളേരുടെയും ഒരു കരുവാണെന്ന് വേണമെങ്കിൽ പറയാം. ആര് വന്നാലും ആ കോഴീനിട്ട് വല്ലാണ്ടാക്കും. ഇപ്പം ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ചാമ്പമരമാണ്. സംഭവം അത് ഹൈബ്രിഡ് ആയതുകൊണ്ട് കായ്ച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പപ്പായയുടെ താഴെയുള്ളത് ചാമ്പമരവും കൂടെയാണ്. പിന്നെ നിങ്ങൾ കണ്ടത് നാരകമാണ്. അത് നമ്മൾ ഇതുവരെയും കായ്ച്ചിട്ടില്ല. പിന്നെ കായ്ച്ചങ്ങ് പടർന്ന് പന്തലിച്ച് നിൽക്കുന്നത് അരിനെല്ലിക്കയാണ് കേട്ടോ. നല്ലോണം കായ്ച്ചിട്ടുണ്ട് ഇപ്രാവശ്യം. ഒരെണ്ണം പറിച്ചു തരാൻ പറഞ്ഞപ്പോൾ എൻ്റെ അനിയൻ കൊമ്പൊന്ന് താഴ്ത്തി തന്നാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറേ അധികം കഴിച്ചിട്ടാണ് തോന്നുന്നു ഇപ്പം ഭയങ്കര ജലദോഷവും തൊണ്ടവേദനയൊക്കെ ആയിട്ടിരിക്കുവാണ്. കാരണം ഈ അരിനെല്ലിക്ക ഭയങ്കര തണുപ്പാണല്ലോ. അത് ഈ സമയത്ത് തന്നെ അത് കഴിക്കുകയുള്ളൂ. ഈ മഴക്കാലത്തൊക്കെ തന്നെയാണ് അത് കൂടുതലായിട്ടും കഴിക്കുക. പിന്നെ ഒരു കൊയ്യാക്കമരമുണ്ട്. പിന്നെ ഇത് ചുണ്ടങ്ങിയാണെന്നൊക്കെയാണ് പറയുന്നത്. എനിക്കതിനെപ്പറ്റി വലിയ ധാരണയില്ല. ചുണ്ടങ്ങിയാണിത്. പിന്നെ ഇത് മണിത്തക്കാളി വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. വായിലൊക്കെ വയലറ്റ് കളറൊക്കെ വരും. അവിടെ കൂലങ്കഷമായ ചർച്ചകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനിങ്ങനെ ക്യാമറയായിട്ട് ഇതൊക്കെ ഓരോന്നിങ്ങനെ പകർത്താം എന്ന് വിചാരിച്ചു. ഇത് കറിവേപ്പാണ്. അപ്പുറത്ത് മതിലിൽ പടർന്നിരിക്കുന്നത് മണി പ്ലാന്റ് ആണ്. പിന്നെ കറിവേപ്പ് അത്യാവശ്യം ഇവിടെ 3-4 തൈകൾ ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ എടുക്കുന്നത് പാടത്തുനിന്ന് കൊണ്ടുവരുന്നതാണ്. കാരണം ഇതൊക്കെ ഭയങ്കര കുട്ടിയല്ലേ. അപ്പോൾ അവിടുത്തെ മരം കുറച്ചുകൂടെ വലുതാണ്. പിന്നെ പപ്പായക്കകത്ത് അത്യാവശ്യം നിറയെ കായ്കൾ വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ 1-2 പഴുത്തത് കഴിച്ചായിരുന്നേ. പിന്നെ ഇത് നമ്മുടെ മുരിങ്ങയാണ് കേട്ടോ. അത്യാവശ്യം നിറയെ കായ്കളൊക്കെ തരുന്ന മുരിങ്ങ മരമാണ്. ഇത് മുക്കൂറ്റി നമ്മൾ ഈ ഹെൽത്ത് ബെനിഫിറ്റൊക്കെയുള്ള ചെടിയാണ്. ഇത് സാമ്പാർ ചീര. പിന്നെ നിങ്ങളിപ്പോൾ കാണുന്നത് ശതാവരിക്കിഴങ്ങിൻ്റെ ചെടിയാണ് കേട്ടോ. ഇതിന് അടിയിൽ കിഴങ്ങുണ്ടാവുക. നമ്മളത് ഇടയ്ക്ക് എടുക്കാറുണ്ട് കഴിക്കാനായിട്ട്. പിന്നെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ, തേങ്ങ എത്ര ഇട്ട് അരച്ചാലും താളല്ലേ കറിയെന്ന്. അപ്പോൾ ആ താളാണ് ഈ നിൽക്കുന്നത് കേട്ടോ. അത്യാവശ്യം അമ്മ അതിൻ്റെ തണ്ട് വെച്ചിട്ട് കറിയൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഇന്ന് പോലും അതിൻ്റെ കറിയായിരുന്നു. വീഡിയോ ഒന്നും എടുക്കാൻ പറ്റണില്ലായിരുന്നു ഇപ്പോൾ. അല്ലാന്നുണ്ടെങ്കിൽ ഞാനത് കാണിച്ചേനെ. ഇത് നമ്മുടെ വീട്ടിലെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള മരമാണ് ലൂബിക്ക മരം. കായ്ച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇത് ചോന്ന് വരുമ്പോഴാണ് ഭംഗി. നല്ല ബൾബ് പോലെ ഉണ്ടാവും. വീടിനൊരു പ്രത്യേക ഭംഗിയാണ് ഈ ലൂബിക്ക മരം തരിക. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെയായിട്ട് നമുക്ക് മാതളമുണ്ട്. നമ്മുടെ റെഡ് കളറൊന്നും ആവില്ല, വൈറ്റ് കളർ മാതളമാണ്. അത്ര മധുരമില്ല, പക്ഷെ എന്നാലും നൈസാണ് കഴിക്കാൻ. പിന്നെ ഈ ഒരു സപ്പോട്ട മരം എന്ന് പറയുന്നത് നമ്മുടെ വീടിൻ്റെ ലാൻഡ് മാർക്കാണ് കേട്ടോ. അപ്പോൾ ഡെലിവറി ബോയൊക്കെ വിളിക്കുന്ന സമയത്ത് ആ സപ്പോട്ട മരമുള്ള വീടല്ലേ എന്നാണ് ചോദിക്കാറ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ദിസ് ഈസ് മൈ പ്ലേസ് ഓഫ് ഹാപ്പിനെസ് എന്നൊക്കെ പറയാം. ബിക്കോസ് ഹാപ്പിനെസ് എന്ന് പറയുന്നത് വേറെ എവിടെയല്ല, അത് നമ്മുടെ അകത്ത് തന്നെയാണ്. അപ്പോൾ നമ്മളത് കഷ്ടപ്പെട്ട് തേടിപ്പോണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ ഉള്ളിലേക്കൊന്ന് നോക്കിയാൽ മതി. അപ്പോൾ അത്രയേ ഉള്ളൂ. ബി ഹാപ്പി ഫോർ വാട്ട് വി ആർ. ബൈ.